കാൽനൂറ്റാണ്ടായി വിവിധ സേവനങ്ങളുമായി കാരാ ഫിഷറീസ് സ്കൂൾ സ്റ്റോപ്പിൽ പ്രവർത്തിക്കുന്ന മാസ് കമ്മ്യൂണിക്കേഷൻ പുതിയ രൂപത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. എല്ലാ പ്രിന്റിംഗ് വർക്കുകളും ഇനി മിനിറ്റുകൾക്കകം പൂർത്തീകരിക്കുവാൻ കഴിയുന്ന സ്ഥാപനമായി മാസ് മാറുകയാണ്. കൂടുതൽ മികവോടെ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത ഡിജിറ്റൽ സേവന കേന്ദ്രവും പ്രവർത്തനം ആരംഭിച്ചു. പുതിയ പ്രിന്റിംഗ് യൂണിറ്റിന്റെയും ഡിജിറ്റൽ സേവന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം തുടരും സിനിമയുടെ തിരക്കഥാകൃത്ത് KR സുനിൽ നിർവഹിച്ചു. ഗൾഫിൽ പോയിട്ടായാലും തിരിച്ചു വന്നിട്ടായാലും പലപ്പോഴും ജലീലിൻ്റെ കത്തുകൾ വരാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ ജലീൽ വിളിക്കാറുണ്ടായിരുന്നു, കാണാറുണ്ടായിരുന്നു. അത്ര ഓർമ്മകൾ ഇവിടെ വരുമ്പോൾ എന്നിലൂടെ സഞ്ചരിക്കാറുണ്ട്. എല്ലാ രീതിയിലും വളരെ ആത്മബന്ധമുള്ളൊരു നാടാണ് എനിക്ക്. പിന്നെ ഷാഫിയെ ആ കാലം തുടങ്ങി നന്നായിട്ടറിയാം. ഷാഫി പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുന്ന സമയം, അതിന് മുമ്പും അതിന് ശേഷവും പലപ്പോഴും കാണാറും സംസാരിക്കാറുള്ള ഒരു സഹോദര സുഹൃത്താണ്. ഷാഫിയുടെ ഈ മാസ് കമ്മ്യൂണിക്കേഷൻസ് എന്ന സ്ഥാപനം, അത് എന്താ പറയുക, അതിൻ്റെ ഉദ്ഘാടക ഉത്തരവാദിത്തത്തിൽ വന്നു ചേർന്നപ്പോൾ സന്തോഷം തോന്നി. സത്യത്തിൽ ഇത് ഏറ്റവും നന്നായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളെപ്പോലെ ആഗ്രഹിക്കുന്നവരൊരാളാണ് ഞാൻ. ഈ പ്രത്യേകിച്ച് ഈ ഗ്രാമം, എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ ഗ്രാമം തന്നെയാണ്. അവിടെ ഇത്തരം ഏറ്റവും ആധുനിക രീതിയിലുള്ള പ്രിൻറ്റിങ് ടെക്നോളജി ഷാഫിയിലൂടെ വരിക, അതെല്ലാവർക്കും ഗുണകരമായി മാറുക. പുതിയൊരു പ്രിൻറ്റിങ്ങിൻ്റെ പുതിയൊരു കാലയുടെ പണ്ടൊക്കെ ഞാൻ അതിനു മുമ്പ് ഇത്തരം സംഭവങ്ങൾ ആദ്യമായിട്ട് ഇത്തരം പ്രിൻറ്റിങ്ങുകളൊക്കെ വരുന്നേക്കാൾ മുമ്പ് ഈ സ്ക്രീൻ പ്രിൻറ്റിംഗ് ഒക്കെ ചെയ്തു ഞാനും ജലീലും. അപ്പോൾ ഒരുപാട് എൻ്റെ പഠന സമയത്ത് ഞാൻ പൈസ ഉണ്ടാക്കിയിരുന്നത് സ്ക്രീൻ പ്രിൻറ്റിങ് ചെയ്യുമ്പോൾ അത് എഴുതണം. അന്ന് കമ്പ്യൂട്ടർ DTP ഒന്നും ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ എല്ലാം കയ്യക്ഷരത്തിൽ എഴുതി അതിൻ്റെ കോപ്പി എടുത്ത്, അപ്പോൾ കല്യാണ കത്തുകളൊക്കെ അങ്ങനെയാണ് നമ്മൾ കല്ലച്ചിൽ പ്രിൻ്റ് ചെയ്തതിന് ശേഷം സ്ക്രീൻ പ്രിൻറ്റിങ്ങിൻ്റെ വലിയൊരു കാലയളവ് ഉണ്ടായി. ജലീലിലൂടെയൊക്കെ തന്നെയാണ് ഞാനത് അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞാൻ ആ സമയത്ത് ജീവിക്കാനുള്ള, പഠിക്കാനൊക്കെ ഉള്ള പൈസ ഉണ്ടാക്കിയിരുന്ന, പോക്കറ്റിൽ കാശുണ്ടായിരുന്നൊരു കാലമായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെയുള്ള പ്രിൻറ്റിങ്ങും ഒക്കെ വന്നത്. ഞാൻ വളരെ കൗതുകത്തോടുകൂടി നോക്കിക്കാണുന്നൊരു മേഖലയാണ് ഇത്. എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെ ഈ സ്ഥാപനം മുന്നോട്ട് പോകട്ടെ ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നന്ദി. മാസ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ TM ഷാഫി അധ്യക്ഷത വഹിച്ചു. അതുപോലെ ഒരു ടെലിഫോൺ ബൂത്തായി തുടങ്ങിയ സ്ഥാപനം, അങ്ങനെ അത് ഘട്ടം ഘട്ടമായി സ്റ്റേഷനറി അതുപോലെ പലതരത്തിലേക്കും ഇങ്ങനെ മാറി. പിന്നെ ആർട്ടിസ്റ്റായിരുന്നു എൻ്റെ സഹോദരൻ. അപ്പോൾ അത്തരത്തിലുള്ളൊരു മേഖലയിൽ കൂടി തന്നെയാണ് വളരെ മുമ്പേ തന്നെ പുതിയ കാലഘട്ടത്തിൽ അനുസൃതമായി കമ്പ്യൂട്ടർ ഉപയോഗിക്കാനും ഒക്കെ അങ്ങനെ പഠിക്കാനും ഒക്കെ അങ്ങനെ സഹോദരൻ്റെ ഇതോടുകൂടി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു മേഖലയായി ഈ പ്രിൻറ്റിങ് മേഖല മാറി. അതിനാണ് പുതിയൊരു ആലോചനയിലൂടെ ഈ ഡിജിറ്റൽ പ്രിൻറ്റിങ് എന്ന കൂടെ നടപ്പാക്കിയിരിക്കുന്നത്. നമ്മുടെ ഈ മെഷീനിൽ തന്നെ പ്രിന്റ് ചെയ്ത നോട്ടീസാണ് കൂടെ വേദിയിൽ എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള പ്രിന്റിങ്ങുകളും നടക്കും. അല്ല, നമ്മുടെ വിവാഹത്തിനുള്ള ക്ഷണക്കത്തുകൾ, വിസിറ്റിംഗ് താങ്ക്സ് കാർഡുകൾ, അല്ലെങ്കിൽ നോട്ടീസുകൾ, അല്ലെങ്കിൽ തരത്തിലെല്ലാം ചെയ്യാൻ നമുക്കിനി കഴിയും. അത് ഞായറാഴ്ചയായാലും സുഹൃത്തുക്കളുടെ ഇതുപോലെ ഇപ്പോൾ മരണാനന്തര ചടങ്ങുകൾക്കുള്ള ക്ഷണക്കത്തുകളൊക്കെ ചിലൊരു 2 ദിവസം ഉണ്ടാവും ക്ഷണിക്കാൻ. അപ്പോൾ ഞായറാഴ്ചകളൊക്കെ ആളുകൾ വെപ്രാളപ്പെടുന്നതൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എപ്പോഴും വന്നാലും, ഏത് 24 മണിക്കൂർ വന്നാലും നമുക്ക് തുറന്ന് പ്രിന്റ് അടിച്ചു കൊടുക്കാനൊക്കെ കഴിയും. അതുപോലെ തന്നെ ഒരു ജനസേവ കേന്ദ്രം, നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമുള്ള CSC കൂടി, അതിൻ്റെ കൂടി ഒരു ഉദ്ഘാടനമാണ്. 2 ഇനാഗുറേഷനാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ഇത്തരം ജനസേവ കേന്ദ്രങ്ങൾ. നമുക്ക് അക്ഷയ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി കാര്യങ്ങൾ CSC വഴി ചെയ്യാൻ കഴിയും. ഇപ്പോൾ അക്ഷയ സെൻ്ററുകൾ അടക്കം CSC രജിസ്ട്രേഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോണുകളടക്കം ബാങ്കിൻ്റെ നേരിട്ട് ബാങ്കിൽ പോകാതെ തന്നെ ലോണുകളടക്കം ചെയ്യാൻ ഉള്ള സാഹചര്യങ്ങൾ CSC സെൻ്ററിലുണ്ട്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ. എന്നാലും ഞാൻ വേണ്ടി പറയുന്നത്,
എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ മുഖ്യാതിഥിയായിരുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വാർദ്ധക്യത്തിലും ദീർഘകാലമായി കച്ചവടം നടത്തുന്ന കണ്ണംപറമ്പിൽ ചന്ദ്രനെയും പുലിക്കൂട്ടിൽ കോയയെയും ആദരിച്ചു. കൂടാതെ 2 നിർധരരായ വൃക്കരോഗികൾക്ക് എല്ലാ മാസവും 1500 രൂപ വീതം കൊടുക്കുന്ന പദ്ധതിക്കും ഉദ്ഘാടന ദിവസം തുടക്കം കുറിച്ചു. ആദ്യഘട്ട സഹായ വിതരണവും പ്രമുഖ പ്രവാസി വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഹംസ കൊണ്ടാമ്പുള്ളി നിർവഹിച്ചു. എടവിലങ്ങ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CM പ്രേമാനന്ദ്, എറിയാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PS മുജീബ് റഹ്മാൻ, എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബിന്ദു രാധാകൃഷ്ണൻ, ഷാഫിന ജലീൽ, എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ സന്തോഷ് പുളിക്കൽ, കാദിയാളാം ജുമാ മസ്ജിദ് ഖത്തീബ് RA സാബിക് മൗലവി എന്നിവർ സംസാരിച്ചു. വിവിധ പ്രിന്റിംഗ്, സ്വിച്ച് ഓൺ സജാദ് ജലീൽ, അൽസാദ് ജലീൽ, സാദിയ ജലീൽ, അലീഡ ഷാഫി എന്നിവർ ചേർന്ന് നിർവഹിച്ചു. തിരക്കഥാകൃത്ത് KR സുനിലിനും ഹംസ കോണ്ടാമ്പുള്ളിക്കും സ്നേഹോപഹാരം നൽകി. ഉദ്ഘാടന ചടങ്ങിന് ബഷീർ കൊല്ലത്ത് വീട്ടിൽ സ്വാഗതവും സബിത ഷാഫി നന്ദിയും പറഞ്ഞു.